ഇപ്പൊ ഈ പുരോഗമനം പുരോഗതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളെ വേലി ചാടിച്ചിട്ട് അവരെ നശിപ്പിക്കുക എന്നുള്ള തന്ത്രവുമായിട്ട് വലിയ വലിയ ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പുരുഷന്മാരുടെ ഗൂഢസംഘങ്ങളാണത്. അവരുടെ ലക്ഷ്യം സ്ത്രീകളെ നഗ്നരാക്കിയിട്ട് അവരെ ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക. അതിനു വേണ്ടിയിട്ട് ഏത് അടവും പ്രയോഗിക്കാൻ തയ്യാറായിട്ടാണ് സമൂഹത്തിലെ വലിയ ഒരു വിഭാഗം പ്രവർത്തിക്കുന്നത്. അത് നമുക്ക് എല്ലാ തുറയിലും കാണാൻ കഴിയുന്നുണ്ട്. അതിലത്തെ ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. നമ്മൾ കണ്ടു ഏത് രൂപത്തിലാണ് സ്ത്രീകൾ മുഴുവൻ പീഡിപ്പിച്ചത് എന്നുള്ള കാര്യം. പിന്നെ ബലാത്സംഗങ്ങളാണ്. ഇന്ത്യയിലാണ് ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ നടക്കുന്നത്. സ്ത്രീകളെ കാണാതാവുന്നത്, പെൺകുട്ടികളെ കാണാതാവുന്നത്, പെൺകുട്ടികളെ വേശ്യാലയത്തിൽ വിൽക്കുന്നത്, അങ്ങനെ എല്ലാ തുറയിലും എല്ലാ രീതിയിലും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു പറുദീസയായി മാറിയിരിക്കുകയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിന്റെ കൂടെയാണ് ഇപ്പോ പുരോഗമനവാദികൾ എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടിറങ്ങിയിരിക്കുകയാണ്. സത്യത്തിൽ അവരുടെ ലക്ഷ്യം കുറെ വാചകടിക്കുക, എന്നിട്ട് ഫ്രീ ആയിട്ട് സുന്ദരികളായ സ്ത്രീകളെ വേഴ്ച നടത്തുക, കിടക്ക പങ്കിടുക, ചൂഷണം ചെയ്യുക, ലൈംഗികമായിട്ട് ചൂഷണം ചെയ്യുക. ഇതാണ് അവരുടെ ഏക ലക്ഷ്യം. അതിന് കുറെ മനോഹരങ്ങളായ പദങ്ങളൊക്കെ ഉപയോഗിക്കും. പുരോഗമനം, സ്വാതന്ത്ര്യം, നീ വേലി ചാടടി, നീ മതം വിട്ട് പുറത്ത് വാടി വെണ്ണേ, നീ എന്തിനാടി സ്വർഗത്തിലേക്ക് പോകുന്നത്, നീ എന്തിനാണ് മതം അനുസരിക്കുന്നത്, നീ എന്തിനാണ് ദൈവത്തിനെ പേടിക്കുന്നത്, ദൈവം ഒന്നും ഇല്ലല്ലോ, നീ വേലി ചാടടി വെണ്ണേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികൾ പറഞ്ഞിട്ട് കുറെ മനോഹര വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ട് സ്ത്രീകളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റുക, അവരെ ചൂഷണം ചെയ്യുക, അവരുടെ ശരീരത്തിന് യാതൊരു വിലയും ഇല്ലാതാക്കുക. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പുരോഗമനവാദികൾ, നിരീശ്വരവാദികൾ, എക്സ് മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കുറെ എണ്ണം രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വീഡിയോ വന്നിരിക്കുകയാണ്. വളരെ അർത്ഥവത്ത ഒരു വീഡിയോ ആണ്, കണ്ടു നോക്കാം. മതം വിട്ട പെണ്ണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ വരുന്ന ആളുകൾ അവർ തന്നെ സ്വയം പറയുന്ന ചില കാര്യങ്ങൾ, അവരുടെ സദസ്സുകളിലേക്ക് പോയി കഴിഞ്ഞാൽ രാത്രി കാലങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് എന്നവർ പറയുന്ന ഒരു കാര്യം നമ്മളൊന്ന് കേട്ടു നോക്കുക. ഇത്തരം പ്ലാറ്റ്ഫോമുകളിൽ, പുരോഗമന പ്ലാറ്റ്ഫോമുകളിൽ എത്തിപ്പെടുന്ന കുട്ടികളോട് വളരെ മോശമായിട്ട്, സ്ത്രീകളോടായാലും പെൺകുട്ടികളോടായാലും ആൺകുട്ടികളായാലും തിരിച്ചു മറിച്ചു ഒക്കെ ലൈംഗിക, അവരുടെ കൺസെന്റ് പോലും ഇല്ലാതെ ലൈംഗിക താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് പേരെ നമുക്കറിയാം. നമ്മളെല്ലാം അനുഭവിച്ചതാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നോട്ട് ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീയൊക്കെ എന്ത് തരം പുരോഗമനവാദിയാണ്, നീയൊക്കെ എന്ത് തരം പുരോഗമനമാണ് പറയുന്നത്, എന്ത് തരം ആശയമാണ്, എന്ത് തരം എന്താ പറയാ എക്സ്പ്ലോറേഷൻ ആണ് നീയൊക്കെ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അമിതമായിട്ടുള്ള ലഹരി ഉപയോഗത്തോട് നമുക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ പിന്നെ നീയൊക്കെ എന്തിനാ പുരോഗമനം പറയുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ കണ്ടല്ലോ, അതായത് ഞങ്ങളുടെ കൂടെ കടക്ക പങ്കിടണമെന്ന് രാത്രി കാലങ്ങളിൽ ഇവരുടെ സദസ്സിലേക്ക് പോയ പെണ്ണുങ്ങളോട് പറഞ്ഞപ്പോൾ അത് അവർ നിരാകരിച്ചപ്പോൾ നീ എന്ത് പുരോഗമനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊക്കെ എന്ത് പുരോഗമനവാദികളാണെന്നാണ് ചോദിക്കുന്നത്. കണ്ടല്ലേ ഇത്രയുള്ള സംഭവം. അതായത് ഇപ്പൊ ഈ വീട്ടിൽ സംസാരിച്ച സ്ത്രീ ഉണ്ടല്ലോ, അത് ഇതുപോലെ തന്നെ മതം വിട്ടൊരു പെണ്ണാണ്. ഭയങ്കര വാർത്തയായിരുന്നു. മതം വിട്ടു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കൊട്ടിഘോഷിക്കലായിരുന്നു. എന്ന് മാത്രമല്ല, ഈ മതം വിട്ട ഗ്രൂപ്പിന്റെ തലവത്തി കൂടിയാണ് ആ സ്ത്രീ. എന്തോ ഒരു ജസ്നാനോ ജസ്മീനോ അങ്ങനത്തെ ഒരു പേരാണ്, ഞാൻ പേര് മറന്നു. അപ്പൊ ആ ഒരു സ്ത്രീയുടെ സ്വന്തം വാക്കിൽ എന്ന് പറയുന്നത് പുരോഗമന പ്ലാറ്റ്ഫോമുകളിൽ പോയി കഴിഞ്ഞാല്, അതായത് അങ്ങോട്ട് ചോദിക്കുകയാണ്, കൊടുക്കുവോ, വാ കിടക്ക്, ഇവിടെ ബെഡ് റെഡിയാണ്, വാ വാ എന്ന് പറയുന്നത് വിളിക്കാത്തവരെ. അങ്ങനെ വിളിക്കുക മാത്രമല്ല, പിന്നെ ചൂഷണത്തോട് ചൂഷണമാണ്. അങ്ങനെ ഈ സ്ത്രീ സ്വയം പറയാണ്, അങ്ങനെ അവരോട് പറഞ്ഞത്ര അമിതമായ വേഴ്ചക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോ നീ എന്ത് പുരോഗമനവാദി ആടി എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ അവിടുത്തെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അമിതമായ ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ, അപ്പോ അമിതം അല്ലെങ്കിൽ കുഴപ്പമില്ല. അതായത് ഒരു ദിവസം ഒരു 3-4 ആണുങ്ങളാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് 10-15 ആൾക്കാർ വന്ന് കയറ പറഞ്ഞാൽ ഇത് എങ്ങോട്ടാണിത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ സ്ത്രീ പറയുന്നത്. അപ്പൊ ഇതാണ് പുരോഗമനവാദികൾ. അതായത് വേലി ചാടിക്ക മുസ്ലിം സ്ത്രീകളെ, പിന്നെ അങ്ങോട്ട് പണിയോട് പണിയാണ്. ആകെ 10 ആള് 15 ആള്, എന്നിട്ട് എന്തെങ്കിലും ഒരു വേദി വെക്കും. ആ പ്രസംഗം ഈ പ്രസംഗം, സത്യത്തിൽ ഒന്നുമില്ല. ആ ഒരു വേദി വെക്കുന്നത് പോലും കൂടുതൽ സ്ത്രീകളെ വേലി ചാടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാലോ ലാഭത്തോട് ലാഭം. ഈ ഒരു വേദിയിൽ എന്തോ വലിയ ആനത്തല പൊരിച്ച കാര്യം പറഞ്ഞിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് കുറെ സ്ത്രീകൾ വരും ഇതുപോലത്തെ. ഉടനെ തന്നെ ആ പ്രോഗ്രാം കഴിഞ്ഞാല് വാ നമുക്ക് പുരോഗമനം കളിക്കാം. എന്താണ് പുരോഗമനം കളിക്കല്? അത് തന്നെ ലൈംഗിക ചൂഷണം, ലൈംഗികമായിട്ട് അഴിഞ്ഞാടുക. കമോൺ, നിങ്ങളൊക്കെ പുരോഗമിച്ച സ്ത്രീകളാണ്, പേടിക്കണ്ട, ഞങ്ങളല്ലേ ഉള്ളത് എന്ന് പറഞ്ഞിട്ട് 10, 15, 20 ആൾക്കാർ ഓരോ സ്ത്രീയുടെ മേലെ കയറുകയാണ്. അപ്പൊ അതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയാതെ ആണെങ്കിലും സത്യം പറഞ്ഞ സ്ത്രീ അമിതമായ വീഴ്ചയ്ക്ക് തയ്യാറല്ലെങ്കിൽ നീ എന്ത് പുരോഗമനവാദിയാടി ചോദിക്കുന്നു പറഞ്ഞപ്പോ തന്നെ കാര്യം വ്യക്തമായി. അപ്പൊ ഇതാണ് ഈ പുരോഗമനവാദം എന്ന് പറയുന്നത്. സ്ത്രീകളെ നശിപ്പിക്കുക, സ്ത്രീകളെ വെറും കളിപ്പാട്ടങ്ങൾ, ലൈംഗിക കളിപ്പാട്ടങ്ങളാക്കി മാറ്റുക. എന്നാലോ സിനിമ ഫീൽഡിനേക്കാൾ വളരെ സുഖമാണ്. ഒരു പീഡന കേസ് ഉണ്ടാവില്ല. കാരണം എന്താണ്, ഇതൊക്കെ പുരോഗമനത്തിന്റെ പേരിൽ നടക്കുന്നതല്ലേ. ഇതിലെന്ത് പീഡനം? പീഡനം കൊടുക്കുന്നവരൊക്കെ വളരെ പ്രാകൃതമായ 6-ാം നൂറ്റാണ്ടിൽപ്പെട്ട സ്ത്രീകളാണല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല, നമ്മൾ പുരോഗമിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് ഒരു പീഡന കേസും ഇല്ല, ഒന്നുമില്ല, നല്ല സുഖസുന്ദരമായിട്ട്
പീഡകന്മാർക്ക് കൂടുതൽ കൂടുതൽ പീഡിപ്പിച്ചുകൊണ്ട് കൂടുതൽ മനോഹരമായ വാക്കുകൾ, നീ അഴിഞ്ഞാടടി പെണ്ണെ, പിന്നെ എന്തൊക്കെ ഒരു പോസ്റ്ററൊക്കെ വെക്കും, നിന്റെ ശരീരം നിന്റെ ചോയ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകൾ വിചാരിക്കും ഇതെന്തോ വലിയ സ്വാതന്ത്ര്യമാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും കിടന്നു കൊടുക്കും. ഇതാണ് ഞങ്ങൾ കണ്ട സ്വതന്ത്രമായിരിക്കുന്നു, എല്ലാവർക്കും കിടന്നു കൊടുക്കുക. അങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ത്രീ സമൂഹത്തിനെ. അതാണ് ഇവർക്ക് ഇസ്ലാം മതത്തിനോട് എത്ര വെറുപ്പ്. കാരണം ഇസ്ലാം മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ വളരെയധികം അടുക്കും ചിട്ടയോടുകൂടി സംസ്കാരത്തോടുകൂടി നിലനിർത്തുന്ന ഒരു മതമാണ്. അപ്പൊ ആ മതത്തിനോട് എങ്ങനെയാണ് പുരോഗമനവാദികൾക്ക് അസൂയയും ദേഷ്യവും ഈർഷ്യയും പ്രതികാരമൊക്കെ ഇല്ലാതിരിക്കുക? അപ്പൊ അതിനാണ് ഈ മുസ്ലിം പെൺകുട്ടികളെ ആദ്യം ഒരു ചാടിക്കാൻ നോക്കുക. ഹിജാബ് ധരിക്കലടി പെണ്ണെ, നിന്നെ തടവിലാക്കിയിട്ടാണ് ഇടി പെണ്ണെ, നരകത്തിൽ പോകുമടി പെണ്ണെ, എന്തിനാണ് ആ ഉസ്താദ് നിന്നെ നോക്കിയത്, നിന്നെ ഉസ്താദ് പീഡിപ്പിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് കുറെ കെട്ടുകഥൊക്കെ ഉണ്ടാക്കിയിട്ട് മുസ്ലിം പെണ്ണുങ്ങളെ അങ്ങോട്ട് വഴിതെറ്റിക്കുക. മുസ്ലിം പെണ്ണുങ്ങൾ ചാടിക്കഴിഞ്ഞാൽ സുഖമായി. പിന്നെ ഈ വീഡിയോയിൽ കാണുന്നത് മുസ്ലിം സ്ത്രീകളെ വേലി ചാടിക്കുക, അവരുടെ ഹിജാബ് കീറി വലിച്ചെറിയുക, എന്നതിന് ശേഷം മയക്കുമരുന്ന് കൊടുക്കുക. മയക്കുമരുന്ന് കൊടുത്താൽ സുഖമായി. അതിലൊരിക്കൽ അടിമയായിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മയക്കുമരുന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആർക്ക് വേണമെങ്കിലും കാല് സ്പ്രെഡ് ആക്കി കൊടുക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ആ സ്ത്രീകളുടെ മുഴുവൻ ഇപ്പൊ കണ്ട ആ പെൺകുട്ടികളുടെ വേഷം തന്നെ കണ്ടില്ല, എങ്ങനെ നിൽക്കുന്നുണ്ട് എന്തോ വലിയ കാര്യം പോലെ. എന്നിട്ട് ആ പുരുഷന്മാർ, അവരിപ്പോ എത്ര ആളുണ്ടെന്ന് അറിയില്ല, ഈ 2 പെൺകുട്ടികളെയും കരിമ്പിൻ തോട്ടത്തിൽ ആന കയറിയതുപോലെ ആക്കി കൈ കൊടുക്കും. അപ്പൊ അങ്ങനെയും നല്ല സുഖമാണ്. ആദ്യം തന്നെ വേലി ചാടിക്കുക, എന്നിട്ട് പിന്നെ പുരോഗമനം പറഞ്ഞിട്ട് മെല്ലെ അവരുടെ ചൂഷണം ചെയ്യുക ലൈംഗികമായിട്ട്. അതിനുശേഷം മയക്കുമരുന്ന് കൊടുക്കുക. പിന്നെ അവർ ഒരിക്കലും എങ്ങോട്ടും പോകില്ല. പിന്നെ പുരോഗമന മതവുമായിട്ട് ഇങ്ങനെ നടന്നോളും. അതിനുള്ള ട്രിക്കാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലോ ലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് സ്വതന്ത്രയായ വനിതകൾ, പുരോഗമിച്ച വനിതകൾ, ഉയർന്ന ജോലി ചെയ്യുന്ന വനിതകൾ, വിദ്യാഭ്യസ്ഥരായ വനിതകൾ, അവരെല്ലാവരും തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടു നോക്കിയ രംഗം. لا إله إلا الله. Say أشهد أن لا إله إلا الله وأشهد. കണ്ടല്ലേ, റൊമാനിയ, UK, ജർമ്മനി, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ് എല്ലാ സ്ഥലത്തെയും പുരുഷന്മാരും വനിതകളും. ഞാൻ വനിതകൾ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം വനിതകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. മുസ്ലിം വനിതകളെയാണ് ടാർഗറ്റ് ചെയ്യുക. മുസ്ലിം വനിതകളെ വേലി ചാടിക്കൂ അങ്ങനെയാണ് പറയാം. പുരുഷന്മാരെ വേണ്ട തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വനിതകൾ എന്ന് പറയാൻ കാരണം. ഇതൊക്കെ ഈ സ്ത്രീകളൊക്കെ അവരുടെ ജീവിതത്തിൽ എല്ലാ കാര്യത്തിലും എല്ലാ രീതിയിലുള്ള പുരോഗമനമൊക്കെ കളിച്ചതിന്റെ ശേഷമാണ് അതൊക്കെ ഞങ്ങളുടെ ചൂഷണം ചെയ്യലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. കേരളത്തിലാണെങ്കിലോ മുസ്ലിമായ പെൺകുട്ടി ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചിട്ട് പോലും അതിന്റെ മഹത്വം അറിയാതെ കണ്ണി കണ്ട സ്ഥലത്തേക്കൊക്കെ വേലി ചാടി പോവാണ്. പുരോഗമനത്തിന്റെ അടുത്തേക്കും പിന്നെ താഴ്ന്ന ജാതിയിലേക്കും മറ്റുള്ള ജാതിയിലേക്കും വേറെ മതത്തിലേക്കും അങ്ങനെ പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംഗതി കാണിച്ചത്. എല്ലാ സ്വാതന്ത്ര്യമുള്ള മറ്റുള്ള മതത്തിലായിട്ടുള്ള സ്ത്രീകളാണ് ഇപ്പോൾ ഇസ്ലാം മതം തുരുതുരേനെ സ്വീകരിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ വക സംഗതികളൊക്കെ കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഇസ്ലാമിക വിരോധികൾക്ക് വലിയ അസൂയൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് അവർ പറയുന്നത് ഈ യൂറോപ്പിലൊക്കെ ഇസ്ലാമിത എല്ലാവരെയും കൊല്ലുന്നു, എവിടെ ചെന്നാലും സമാധാനമില്ല, സമാധാന മതക്കാർ കൊല്ലുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അത് അസൂയ കൊണ്ട് പറയാണ്. അവിടെ അങ്ങനെയൊന്നും നടക്കുന്നില്ല. അത് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന ക്രിസ്ത്യാനികൾ തന്നെയാണ് ഈ യൂറോപ്പിൽ കലാപം ഉണ്ടാക്കുന്നത്. ഇപ്പൊ തന്നെ നിങ്ങൾ കണ്ടില്ലേ, UK ഒരു നഴ്സറിയിൽ കയറിയിട്ട് 7 ചെറിയ കുട്ടികളെ ആക്രമിച്ചു ഒരു തീവ്രവാദി. ആഫ്രിക്കയിൽ വന്ന ഒരു തീവ്രവാദിയാണ്. നമ്മൾ പറയും ആഫ്രിക്ക എന്ന് പറയും. ആഫ്രിക്കയിലത്തെ ഏത് രാജ്യം അത് പറയില്ല. നോക്കുമ്പോൾ എന്താണ്, അയാൾ ഒരു ക്രിസ്ത്യൻ ഭീകരവാദിയാണ്. പക്ഷെ മുസ്ലിങ്ങളാണ് അതിലും പഴി കേൾക്കുന്നത്. അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ക്രിസ്ത്യൻ ഭീകരവാദമാണ് നടക്കുന്നത്. അതായത് ഇങ്ങനെ കുട്ടികളെ കൊല്ലലും, പബ്ബിൽ കയറി വെടിവെക്കുക, കള്ളു ഷാപ്പിലൊക്കെ കയറിയിട്ട് വെടിവെക്കുക, തിയേറ്ററിൽ കയറി വെടിവെക്കുക, പിന്നെ ഡാൻസ് ബാറിൽ കയറി വെടിവെക്കുക. ഒന്നാമത്തത് അങ്ങനത്തെ സ്ഥലത്തേക്ക് ഇവന്മാരല്ലേ പോവുള്ളൂ, മുസ്ലിങ്ങൾ പോകില്ലല്ലോ. എന്നിട്ട് പറയും ദാ അവിടെ സമാധാനമില്ല, എന്താണ് മുസ്ലിങ്ങൾ വെടിവെച്ചു കൊന്നു. പച്ചക്കള്ളം പറയാണ് ഇന്ത്യയിൽ. അതൊക്കെ അന്വേഷിച്ചാൽ ഞാൻ അന്വേഷിക്കാറുണ്ട്. ഒക്കെ ക്രിസ്ത്യൻ ഭീകരവാദമാണ് അവിടെ, ക്രിസ്ത്യൻ പേരുള്ള ആൾക്കാരെ മൊത്തം. അപ്പൊ അങ്ങനെ ഒരു വ്യാജ പഴി ചാരുന്നതിന്റെ രഹസ്യം എന്താണെന്ന് വെച്ചാൽ ഈ അസൂയ കൊണ്ടാണ്. കാരണം അവിടുത്തെ ജനങ്ങൾ തന്നെ, യൂറോപ്പിലത്തെ ജനങ്ങൾ തന്നെ ഇസ്ലാം മതം സ്വീകരിക്കുകയാണ്. പക്ഷെ ഇവർ പറയുന്നതാണ് പെറ്റ് പെരുകി അവിടെ നിന്നൊക്കെ നുഴഞ്ഞു കയറി എന്നൊക്കെ പറയും. പക്ഷെ അല്ല, ഇതിപ്പോ കണ്ടില്ലേ, അവിടുത്തെ ജനങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. എന്തിന് UK മേയർ ബ്രിട്ടീഷ് പൗരനാണ്, അവിടെ ജനിച്ചു വളർന്ന. അയാളുടെ അപ്പൂപ്പന്മാരും ആ അപ്പൂപ്പന്റെ അപ്പൂപ്പന്മാരും ഒക്കെ തന്നെ ബ്രിട്ടീഷാണ്. അങ്ങനത്തെ ആളുതാ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. കണ്ടു നോക്കി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. കണ്ട ഇങ്ങനത്തെ രംഗങ്ങൾ കാണുമ്പോൾ അതിഭയങ്കരമായിട്ടുള്ള അസൂയ ഈ പുരോഗമനവാദികൾക്കും അതുപോലെ തന്നെ മറ്റുള്ള ഇസ്ലാമിക വിരുദ്ധന്മാർക്കും ഉണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്യും, ഒരു കള്ളക്കഥയായിട്ട് വരും. അവിടെ അതാ കുറെ പേരിനെ കത്തിയെടുത്ത് കുത്തിക്കൊന്നു എന്ന് പറയും.
ചിലപ്പോൾ ആ സംഭവം നടന്നിട്ടുണ്ടാവില്ല. ഇനി നടന്നാൽ തന്നെ അതൊരു ക്രിസ്ത്യൻ ഭീകരവാദിയാവും. അപ്പൊ അതൊക്കെ കൂടി കെട്ടിച്ചമച്ചുകൊണ്ട് മുസ്ലിങ്ങളുടെ പരിപാടികളും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ മനസ്സിലല്ലോ, അവിടുത്തെ പൗരന്മാരാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നിരവധി പേര് അതത് രാജ്യത്തെ ഓരോരോ രാജ്യത്തെ പൗരന്മാര്, യൂറോപ്പിലത്തെ പൗരന്മാര് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇനി കുറച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതം വിട്ടിട്ട് ഒന്നുകിൽ ക്രിസ്ത്യാനി ആവുകയോ അല്ലെങ്കിൽ നിരീശ്വരവാദി ആവുകയോ ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. അതിന്റെ മറുപടി കേട്ട് നോക്കിയേ. Never. Become a Muslim? No, never. Are you serious? How can you regret being Muslim? No. No, it's the best decision I've ever made. No way. But whatever it takes, you know, I won't question it ever. Never. I would never regret Islam. Islam has changed my life in so many ways. അല്ലെ, ഇവരെല്ലാവരും തന്നെ ആ രാജ്യങ്ങളുടെ പൗരന്മാരാണ്. എവിടെന്നെങ്കിലും വലിഞ്ഞു കയറി വന്നതോ അല്ലാന്നുണ്ടെങ്കിൽ തോണിയിൽ കയറി വന്നതോ റബ്ബർ ബോട്ടിൽ കയറി വന്ന ആൾക്കാരല്ല, അവിടുത്തെ ആൾക്കാരാണ്, അവിടുത്തെ നേറ്റീവ്സ് ആണ്. അപ്പൊ ഇതൊക്കെ തീർച്ചയായിട്ടും ഈ പുരോഗമനവാദികൾക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന രംഗങ്ങളാണ്. പിന്നെ മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ ഇതുപോലെ ഈ പുരോഗമനവാദികളുടെ പച്ചക്കള്ളങ്ങൾ കേട്ട് വേലി ചാടാൻ തയ്യാറായിട്ടുള്ള, അതേപോലെ തന്നെ അന്യമതസ്ഥരുടെ പഞ്ചാരവാക്ക് കേട്ട് വേലി ചാടാൻ തയ്യാറായിട്ടുള്ള സ്ത്രീകൾ ഇതൊക്കെ കാണണം. എല്ലാതരം ജീവിതത്തിലെ ആനന്ദങ്ങൾ ഉണ്ടായിട്ടും അവര് ഇസ്ലാം മതത്തിനെയാണ് തെരഞ്ഞെടുത്തത്. കാരണം എന്താണ്? ആ ഒരു മതം മാത്രമാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കുക, അതേപോലെ തന്നെ സൃഷ്ടാവിനോട് അടുപ്പിക്കുക, അതോടൊപ്പം തന്നെ നല്ലൊരു സംസ്കാരവും കൊടുക്കുക. മതം തന്നെ ഒരു സംസ്കാരം കൊടുക്കാനുണ്ട്, പ്രദേശം മാത്രമല്ല. അപ്പൊ ഏറ്റവും നല്ല സംസ്കാരവും ഇസ്ലാം മതം തന്നെയാണ് കൊടുക്കുക. അപ്പൊ ഇതൊക്കെ കൂടി മനസ്സിലാക്കിയിട്ട് വേണം സ്ത്രീ ആയാലും പുരുഷനായാലും ഇങ്ങനെയുള്ള ജീവിതം മുന്നോട്ട് നയിക്കേണ്ടത് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുരോഗമനവാദികളുടെ ഈ തിളക്കമാർന്ന നുണകളിൽ പോയി പെടാതിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.